ഏത് സമയത്ത് വിളിച്ചാലും തയ്യൽ മെഷീൻ ശരിയാക്കാൻ എത്തുന്ന ഒരാൾ. കൊല്ലം ഇരവിപുരം സ്വദേശി ശിവദാസൻ തയ്യൽ തൊഴിലാളികളുടെ ആശ്രയ ഇടമാണ്. വീടുകൾ തോറും കയറി ഇറങ്ങിയാണ് ഉപജീവനം നടത്തുന്നത്. ഇപ്പോൾ ഇതേ ജീവിതം വിജയിച്ചു കയറുന്നതിന്റെ ആത്മവിശ്വാസം ആ മുഖത്തുണ്ട്. അത്യാവശ്യം തീർക്കേണ്ട പണികൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പണി മുടക്കും. ഹലോ, രഞ്ജിനി, എന്റെ മിഷൻ ഒന്ന് നിന്നുപോയി, ഒന്ന് റെഡിയാക്കാനാ. ഞാൻ ഇതാ വരുന്ന. പഠിച്ച കൈത്തൊഴിലുമായി ശിവദാസൻ വീടുകൾ തോറും കയറും. എന്താ പറ്റിയ മിഷ്യന്? ഞാൻ നോക്കട്ടെ. ഞാൻ ഇവിടുന്ന് ഗൾഫിൽ പോകാൻ വേണ്ടി ബോംബെ പോയിട്ട് എൻ്റെ ഗൾഫ് പോക്കൊന്നും നടന്നില്ല. ബോംബെയിൽ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ചെയ്ത് നിൽക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ബോംബെയിൽ അങ്ങനെ ഒരു പരിചയക്കാരെ കണ്ടുമുട്ടി. അവരാണ് ഇങ്ങനെ ഒരു കഴിത്തൊഴിൽ അറിയുക എന്ന് പറഞ്ഞപ്പോൾ ഒരു മിഷ്യൻ്റെ കമ്പനി കൊണ്ടാക്കി. ആ കമ്പനിയിൽ ഞാൻ ഈ മിഷ്യൻ റിപ്പയറിങ്ങിൻ്റെയൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊടുത്ത ആൾക്കാർ പറയല്ലോ, ഇന്നടുത്ത് ഇന്ന ആളുണ്ട്, അയാളുടെ അടുത്ത് കൊടുത്താൽ മിഷ്യൻ ശരിയാക്കി കിട്ടും, നല്ല രീതിയിലൊക്കെ ശരിയാക്കി തരികയും ചെയ്യും, വലിയ കൂലിയൊന്നും വാങ്ങിയില്ല ആൾ എന്നൊക്കെ പറയല്ലോ. അങ്ങനെ കേട്ടറിഞ്ഞ ഓരോരുത്തർ പരിചയക്കാരങ്ങനെ പറഞ്ഞങ്ങനെ വന്ന് പോകും. ഇപ്പോൾ ഓക്കെ, നോക്കുന്ന തയ്ച്ചു നോക്കിക്കാം. ഏത് രാത്രിയായാലും ഞാൻ വിളിച്ചാൽ ഉടനെ ഇവിടെ എത്തും. പിന്നെ എനിക്ക് ഈ മൈക്രോ ഫിനാൻസിൻ്റെ വർക്കൂടെ ഉണ്ടാകുന്നത് എനിക്കിപ്പോൾ കുഴപ്പമില്ല. 40 വർഷം മുമ്പ് കോഴിക്കോട് നിന്ന് സ്വന്തമായി ജീവിതം കണ്ടെത്തണമെന്നുറപ്പിച്ച് വണ്ടി കയറിയതാണ്. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ ജീവിക്കുക എന്നുള്ളത് എനിക്ക് തോന്നിയപ്പോൾ ഞാനൊരു സ്ഥലം വിട്ട് അന്യനാട്ടിലേക്ക്. അത് വന്ന് പെട്ടത് കൊല്ലത്താണ്. എനിക്കിവിടെ സ്ഥലം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങ് സ്ഥിര താമസമാക്കാമെന്ന് വെച്ചു. ഇവിടുന്ന് കല്യാണവും കഴിച്ചു. ഞാൻ നേരത്തെ തയ്യക്കാരനായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ ഈ പണിയൂടി അറിയായിരുന്നു. അപ്പോൾ അതിന് രണ്ടിനും പോവും. എന്തിനിറങ്ങി തിരിച്ചോ അത് സാധിച്ചെന്നാണ് മറുപടി. 2 ആമക്കളാണ്, 2 പേരും നല്ല പഠിപ്പുകാരാണ്. മൂത്തവനിപ്പോൾ ഈ അടുത്ത് ഒരു 3-4 മാസമായി കാണും കല്യാണം കഴിച്ചിട്ട്. സോഫ്റ്റ്വെയർ എൻജിനീയറാണ് അവൻ. പിന്നെ ഇളയ മോനിപ്പോൾ ഇവിടെ ഉണ്ട്, ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. മഴ തോരാൻ കാത്തുനിന്നും വെയിലിലിറങ്ങി നടന്നും പടുത്തുയർത്തിയ ജീവിതം. ഇപ്പോൾ ഒരു ജോലി കൊണ്ട് തന്നെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പല ജോലിയും നമ്മൾ കണ്ടുപിടിക്കണം, മറ്റെന്തെങ്കിലുമൊക്കെ. എനിക്കിപ്പോൾ ഈ തയ്യൽ മെഷീൻ്റെ പണി അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി പണിയുണ്ട്. അത് എന്നും ഒന്നുമില്ല, ഒന്നിട വിട്ട് ഇന്ന് പോയാൽ നാളെ പോകണ്ട. അപ്പോൾ ഈ സെക്യൂരിറ്റി പണിക്ക് പോകാനില്ലാത്ത ദിവസം ഞാൻ മെഷീൻ്റെ വർക്ക് ചെയ്യും. ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആൾക്ക് മുന്നിൽ എല്ലാം തോറ്റുപോവുകയാണ്. പ്രതിസന്ധികളെല്ലാം ആ ജീവിതത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ചെറുതാകുകയാണ്. ആ സൈക്കിളിൻ്റെ ചക്രം ഉരുണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജീനാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.